ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് കുമ്പിളപ്പമാണ് കേട്ടോ. കുമ്പിളപ്പമെന്നോ വഴനയില അപ്പമെന്നോ ഒക്കെ പറയാനായിട്ട് പറ്റും. ഇത് ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങളും ചെയ്യാതിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. അതെല്ലാം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. കുറച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചക്ക എടുക്കുക. അത് നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. ചെറുതായിട്ടൊന്നും അരിയേണ്ട കാര്യമില്ല കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ചക്കയെല്ലാം അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വഴനയിലയാണ്. വഴനയില ഇല്ലെങ്കിൽ വാഴയില ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഈർക്കിലും എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾക്ക് കുത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വാഴയിലയാണെങ്കിൽ നമുക്ക് ഈർക്കിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രഷായിട്ടുള്ള വഴനയിലയാണ് കേട്ടോ. അപ്പോൾ ചക്ക ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതിയാകും കേട്ടോ. ഒന്ന് കറക്കിയിട്ടുണ്ട്. അപ്പം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളുടെ ആവശ്യാനുസരണം ചക്കയൊക്കെ എടുക്കണം കേട്ടോ, അതിനൊന്നും കണക്കൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടാനുസരണം എടുത്തുകൊള്ളണം. അപ്പോൾ ചക്ക എടുത്തിട്ടുണ്ട്, അത് അരച്ച് വെച്ചിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയാണ് കുറച്ചും കൂടി നല്ലത്. ഇനി അത് ആവശ്യത്തിന് കുഴച്ച് എടുക്കണം. നമ്മളുടെ ആ ചക്കയുടെ നനവുണ്ടല്ലോ, അരച്ച് വെച്ച ചക്കയാണ്, അപ്പോൾ അതിനൊരു നനവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ കുഴച്ച് എടുക്കണം. ഒരുപാടങ്ങ് ടൈറ്റ് ആവാനോ ഒരുപാടങ്ങ് ലൂസാവാനോ പാടില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചക്ക ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചക്ക ഒരുപാടാകുകയും പൊടി കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ശരിയായിട്ട് വേഗില്ല കേട്ടോ. ഒരുമാതിരി ഇങ്ങനെ വെള്ളം മാതിരി ഇരിക്കും. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയായിട്ട് കിട്ടില്ല. അപ്പം അത് കറക്റ്റ് പരുവത്തിൽ തന്നെ എടുക്കണം. കുറച്ച് നമ്മൾ കുഴയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് വെള്ളം ആകാൻ പാടില്ല. അതിനനുസരിച്ചിട്ട് ഇപ്പം പൊടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് കുഴച്ച് എടുക്കുക. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കുഴച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഞാൻ കുറച്ച് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. കുറച്ച് പൊടി എടുത്തിട്ട് ചേർക്കുകയാണ്. ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ, കട്ടിയും ആവരുത്. അതൊന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ. ഇത് ചക്ക വഴറ്റിയതാണ് കേട്ടോ, അത് തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു ആഡംബരത്തിന് ചേർത്തുന്നേ ഉള്ളൂ. അപ്പം അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചക്കയ്ക്ക് ചിലപ്പോൾ മധുരം ഉണ്ടാകും. നല്ല മധുരമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര കൂടി ചേർക്കണം. പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുക. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുക. ഇതിപ്പോൾ എൻ്റെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. ഈ ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്ക ആയത് കാരണം ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർത്തിട്ടില്ല. നമ്മളുടെ ചക്ക മധുരം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കുക. ഇനി നമുക്ക് വഴനയില എടുക്കാം. അത് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിങ്ങനെ കുമ്പിള് പോലെ കുത്തണം കേട്ടോ. ഒരു ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് മാവ് കുത്തി നിറയ്ക്കരുത്, അതെല്ലാം വെളിയിൽ പോകും. നമുക്ക് ഫില്ല് ചെയ്യാനും അടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതിങ്ങനെ തുറന്നേ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും ആകാനും പറ്റും. എൻ്റെ ചിലതൊക്കെ എനിക്ക് ഇങ്ങനെ കുത്തിയാക്കാൻ പറ്റി. പക്ഷേ എല്ലാം ഒന്നും, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് എല്ലാ വഴനയിലയും നമുക്കതുപോലെ കുത്തി വൃത്തിയാക്കി ഇങ്ങനെ കുമ്പിൾ കുത്തിയെടുക്കാം. ഇനിയും കുറേശ്ശെ മാവ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് കുത്തി നിറയ്ക്കില്ല കേട്ടോ. ഞാൻ ചിലതിലൊക്കെ മാവ് ഒരുപാടുണ്ടായിരുന്നു. അപ്പം ചിലതിലൊക്കെ കൂടുതൽ മാവ് ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ വെന്ത ടൈമിൽ പുറത്ത് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയൊന്നും കുത്തി നിറച്ച് വെക്കാതിരിക്കുക. കുറച്ച് മാവ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഈ കുമ്പിൾ കുത്തി വെച്ചിരുന്നതെല്ലാം നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് പുറത്തോട്ട് ചാടുന്നതാണ്. എല്ലാം വെച്ചതിന് ശേഷം ഞാൻ ബാക്കി വന്നിരുന്ന വഴനയില എല്ലാം പെറുക്കി അതിൻ്റെ മേലെ വെച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതല്ലല്ലോ. അപ്പം കുറച്ചൊന്ന് എക്സ്ട്രാ ഫ്ലേവർ വന്നോട്ടെന്ന് വെച്ചിട്ട് വെച്ചതാണ്. പക്ഷേങ്കിൽ അത് ഓവർ ഫ്ലേവറായി പോവും. കാരണം ഇതിന് അത്യാവശ്യം നല്ലൊരു ഫ്ലേവറുള്ള ഒരു സംഭവമാണ്. നമ്മൾ എക്സ്ട്രാ വഴനയില കൂടി വെക്കുമ്പോൾ കൂടുതൽ ഫ്ലേവർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ വെക്കാതിരിക്കുക. നമ്മളുടെ ഇതിൻ്റെ പുറത്ത് വല്ല വാഴയിലോ വെച്ചിട്ട് വേണം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.